കാറൂൻ എന്താ സംഭവിച്ചത്? എത്ര ചൊറുക്കിലിറങ്ങാൻ പറ്റുമോ അത്ര ചൊറുക്കിലാണ് കാറൂൻ എന്ന മുതലാളി ഇറങ്ങിയത്. പക്ഷെ എന്താ ഉണ്ടായത് സുഹൃത്തുക്കളെ? അല്ല പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സൻ അല്ലാഹുവിലെ. ഈ വലിയ താക്കോൽ കുട്ടങ്ങളും ഖജനാവും ഒക്കെ ഉണ്ടാവുമ്പോൾ നിനക്ക് പടച്ചോൻ തന്നതല്ലേ കലവറയില്ലാത്ത സമ്പത്ത്, കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൊടുത്തളാ. എന്ത് കിട്ടുമ്പോഴും ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുക അല്ല കൽപ്പിച്ചു. അവനത് തോന്നിയില്ല. അവൻ പറഞ്ഞ ഊത്തീത്തു അലാ ഇൽമിൻ, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടുണ്ടായതാണ്. പടച്ചോൻ എന്താ ചെയ്തത് സുഹൃത്തുക്കളെ? അങ്ങനെ ഒക്കെ അവനാൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ജിൻസുല്ലാമൽ എന്താ ഒന്നുകൊണ്ടില്ലാതൊക്കെ കുഴിച്ചണിട്ട് കുറച്ച് കിളറിയ മണ്ണ് മാത്രമേ ഉള്ളൂ. കൊട്ടാരമില്ല, സമ്പത്തുക്കളില്ല, താക്കോൽ കൂട്ടങ്ങളില്ല, കുതിരകളില്ല, എല്ലാം നിമിഷം കൊണ്ട് ഭൂമിക്കടിയില്ല. യഥാ ജിൻസുൽ അമൽ. ഒക്കെ അവനവൻ്റെതാണെങ്കിൽ തടുത്തു വെച്ചോ, ഒക്കെ എൻ്റെതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തടുത്തു വെച്ചോ. അതാ ജിൻസുൽ അമൽ. സുഹൃത്തുക്കൾ നല്ലോണം ആലോചിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നന്മ ചെയ്തു നോക്കുക, പകരം കിട്ടും, പകരം കിട്ടും. എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങളോ എന്തെങ്കിലും തിന്മകളോ ചെയ്യുമ്പോൾ ആലോചിക്കുക, നമ്മൾ ശക്തരായിരിക്കും, ഒരു മിസൈലും എങ്ങട് കടക്കൂല എന്നാണ്. ഇവിടെ എന്ത് ലോകത്ത് ചെയ്താലും നമ്മൾ സുരക്ഷിതർന്നാണ്. എന്തേ സുഹൃത്തുക്കളെ സംഭവിച്ചത്? എപ്പോഴൊന്നും അങ്ങനെ ആയിക്കോളുന്നില്ല, എപ്പോഴും നമ്മൾ അങ്ങനെ ആയിക്കോളുന്നില്ല. അതുകൊണ്ട് നാം ചെയ്യുന്നത് അളന്നു മുറിച്ച് അള്ളാഹു തിരികെ തന്നാൽ താങ്ങാൻ നമുക്ക് പറ്റൂല. വെറുതെ അങ്ങനെ ആലോചിച്ചാൽ മതി.